മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്കെതിരെ സമരം ചെയ്ത ഫ്രട്ടേണിറ്റി നേതാക്കൾക്കെതിരെ പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുകയും ആ നേതാക്കളെ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ജില്ലാ ജയിലിന് മുമ്പിൽ ഈ ജയിലിലകപ്പെട്ട നേതാക്കൾക്ക് നൽകിയിരുന്നത്. ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് നഈം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പോലീസ് സാധാരണഗതിയിൽ എടുക്കപ്പെടാൻ പാടില്ലാത്ത പല വകുപ്പുകളും ചേർത്തുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി നേതാക്കൾ കേസെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ശത്രുതാ മനോഭാവം? പോലീസ് സ്വീകരിച്ച സമീപനം എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മാന്യമായി നടക്കുന്ന ഒരു മാർച്ചിന് നേരെ കസബ സ്റ്റേഷനിലെ CI, കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫറായി വന്ന PJ ജിമ്മി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, നിവിൻ K ദിവാകരൻ എന്ന് പറയുന്ന ഒരു SI, അവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കള്ളക്കേസിന്റെ ഫലമായി കൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെ 5 നേതാക്കന്മാർ ഈ ജയിലിനകത്തുണ്ടായത്. അറസ്റ്റ് ചെയ്ത് അവരെ കയറ്റുമ്പോൾ പോലീസ് സ്റ്റേഷന് ജീപ്പിനകത്ത് വെച്ച് മർദ്ദിച്ച പോലീസ് ഏമാന്മാരുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരെ പോലീസ് ബസ്സിനോടൊപ്പം ചേർത്ത് നിർത്തി തലക്കിടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കസബ സ്റ്റേഷനിലുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ജിമ്മിയുടെ താല്പര്യത്തിന് വേണ്ടിയും നിവിൻ K ദിവാകരന്റെ താല്പര്യത്തിന് വേണ്ടിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വിദ്യാർത്ഥി നേതാക്കന്മാരെ ക്രിമിനലുകളായി പൈശാചികവൽക്കരിച്ച് പോസ്റ്റിട്ട സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസ് ഉദ്യോഗസ്ഥനെയും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അവർക്കെതിരെ ഞങ്ങൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ്. നാളെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ഈ കോഴിക്കോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങളൊരു പരാതി നൽകി ഞങ്ങൾ നേരിട്ടുള്ള പരാതിയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ പോലീസ് നയത്തോട് ചേർന്നാണോ കസബയിലെ ഈ പോലീസ് സമീപനം സ്വീകരിച്ചത് എന്ന് കണ്ണൂരിൽ നിന്ന് വന്ന ജിമ്മിയും നിവിൻ K ദിവാകരനും കേരളത്തോട് മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് സൂചിപ്പിക്കാനുള്ളത്. ഈ പോരാട്ടം അങ്ങനെ അവസാനിക്കുമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കേണ്ട. സവിശേഷമായി കസബ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥന്മാർ അവരോട് പറയാറുള്ളത് പിക്ചർ അഭി ബാക്കി ഹേ എന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പറയാനുള്ളത്. ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ സഹോദരങ്ങൾ അവരനുഭവിച്ച നീതി നിഷേധത്തോട് കണക്ക് ചോദിക്കുന്ന നാളുകളായിരിക്കും ഈ കോഴിക്കോട് നാളെ കാണാൻ പോകുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നതാണ്. എന്തൊക്കെ കള്ളപ്രചാരണങ്ങളാണ്, എന്തൊക്കെ നുണപ്രചാരണങ്ങളാണ്. അതിനോടൊപ്പം ചേർന്നോടിയ മാധ്യമങ്ങളുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ പറയാനുള്ളത്, നിങ്ങളുടെ കള്ളപ്രചാരണങ്ങളുടെ ആയുസ് ഇതാ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ നുണപ്രചാരണങ്ങൾ ആയുസ് ഇതാ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ പൈശാചികവൽക്കരണത്തെയും നിങ്ങളുടെ ക്രിമിനൽ വൽക്കരണത്തെയും അതിജീവിച്ച് കോഴിക്കോട് ജയിലിന്റെ ഈ കൽത്തുറുങ്കിനെ തൂത്തെറിഞ്ഞ് അതിനെ മറികടന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ ഇതാ സമരത്തെരുവിൽ ഒരിക്കൽ കൂടി വന്നു ചേർന്നിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ ഈ നാടിനോട് ഞങ്ങൾ പറയുകയാണ്. ഈ പോലീസിനെ ആക്രമിച്ചു എന്നതിനെതിരെ എന്തെങ്കിലും പറയുന്നു? അത് ഞങ്ങൾ എങ്ങനെ പോലീസിനെ ആക്രമിച്ചു എന്നതിനെതിരില്ല എന്ന് പലതും ഹാജരാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. വൂണ്ട് സർട്ടിഫിക്കറ്റ് സമയത്തിന് ഹാജരാക്കാൻ പറ്റിയോ? ഞാനതിന്റെ കണക്കിലേക്കൊന്നും കിടക്കുന്നില്ല. എങ്ങനെ സ്കാനിംഗ് റിപ്പോർട്ട് കൊടുത്തു, സ്കാനിംഗ് റിപ്പോർട്ടിനകത്ത് പല ഞാനതിലേക്ക് കിടക്കുന്നില്ല. ലീഗലായിട്ട് കോടതിയിൽ ഫൈറ്റ് ചെയ്താണല്ലോ. ഞങ്ങൾക്ക് ഈ മജിസ്ട്രേറ്റ് കോടതി തന്നെ ജാമ്യം തന്നില്ലേ? ജില്ലാ കോടതിയിലേക്ക് പോലും പോകേണ്ടി വന്നില്ല. ഒരു തവണയാണ് ഞങ്ങളുടെ വാദം കേട്ടോ, ഒറ്റ തവണ. ഈ പോലീസ് സ്റ്റേഷൻ പലതരം സംവിധാനങ്ങൾ ഒരുക്കി പൈശാചികവൽക്കരിച്ചു. എന്തേ എന്നിട്ട് അവർക്ക് അധികം ഒരൊറ്റ തവണ വാദം കേട്ടപ്പോഴേക്കും ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയല്ലോ. ഈ പോലീസ് ഇറക്കിയിരിക്കുന്ന കള്ളക്കേസുകൾ, നുണപ്രചാരണങ്ങൾ, FIR-കൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. അത് ഈ പോരാട്ടത്തിന്റെ കരുത്ത് പകരും എന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കണം. സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. 80,000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ്. 1ാം ഘട്ട അലോട്ട്മെന്റാണ് പൂർത്തീകരിച്ച് 2ാം ഘട്ട അലോട്ട്മെന്റ് 22-ാം തീയതി ഇവിടെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ സമരം തുടരും. പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മലബാർ സീറ്റ് പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധം തുടരുമ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ നേതാക്കൾക്കെതിരെ എടുത്ത കള്ളക്കേസിനെതിരെ കൂടിയുള്ള നിയമ പോരാട്ടം കൂടി നടത്താനാണ് ഫ്രട്ടേണിറ്റിയുടെ തീരുമാനം. അതാണ് ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. ക്യാമറമാൻ നിഖിൽ കോട്ടൂർക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1.